വാർ പരിശോധനയിൽ മുന്നിൽ അർജന്റീനയല്ല. ഈ ലോകകപ്പിൽ വീഡിയോ അസിസ്റ്റന്റ് റഫറി സംവിധാനം അർജന്റീനയ്ക്കും ലയണൽ മെസ്സിക്കും അനുകൂലമായി നിലകൊണ്ടു എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളും ആരോപണങ്ങളും ഫുട്ബോൾ ലോകത്ത് സജീവമാണ്. അർജന്റീനയെ എങ്ങനെയും ഫൈനലിൽ എത്തിക്കാൻ ഫിഫയും റഫറിമാരും ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് മറ്റ് ടീമുകളുടെ ആരാധകർ പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട്? നോർത്ത് ഈസ്റ്റേൺ ഗ്ലോബൽ ന്യൂസ് സമാഹരിച്ച യഥാർത്ഥ കണക്കുകൾ പരിശോധിച്ചാൽ ഈ വാദങ്ങളുടെ യാഥാർത്ഥ്യം വ്യക്തമാകും. കണക്കുകൾ പ്രകാരം ഗ്രൂപ്പ് ഘട്ടം മുതൽ റൗണ്ട് 16 വരെയുള്ള മത്സരങ്ങളിൽ വാർ പരിശോധനയിലൂടെ ഏറ്റവും കൂടുതൽ അനുകൂല വിധി നേടിയത് അർജന്റീനയല്ല, മറിച്ച് സഹ ആതിഥേയരായ മെക്സിക്കോ ആണ്. 100 ഫൗളുകൾക്ക് വാർ പരിശോധന നടത്തിയതിൽ ഏറ്റവും ഉയർന്ന സ്കോർ, അതായത് 7.8 പോയിന്റ് മെക്സിക്കോയ്ക്കാണ് ലഭിച്ചത്. ഈ പട്ടികയിൽ അർജന്റീന 2ാം സ്ഥാനത്താണ്, 6.7 പോയിന്റ്. 3ാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും 4.6 പോയിന്റ്. തുടർന്ന് ന്യൂസിലാൻഡ് 4.2, സൗദി അറേബ്യ 3.6 എന്നീ ടീമുകളുമുണ്ട്. ശ്രദ്ധേയമായ കാര്യം, ഈ 5 ടീമുകൾക്കെതിരായും ഒരൊറ്റ വാർ പോയിന്റ് പോലും നെഗറ്റീവായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. എന്നാൽ വാറിന്റെ ആനുകൂല്യം പറ്റി സെമി ഫൈനൽ വരെ മുന്നേറാൻ സാധിച്ചത് അർജന്റീനയ്ക്ക് മാത്രമാണ്. വാർ ദോഷകരമായി ബാധിച്ച ടീമുകൾ ഏതൊക്കെയെന്ന് നോക്കാം. മറുഭാഗത്ത് വാർ തീരുമാനങ്ങൾ ഏറ്റവും കൂടുതൽ തിരിച്ചടിയായ ടീമുകളെയും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 1. ക്രൊയേഷ്യ. ഒരൊറ്റ വാർ തീരുമാനം പോലും അനുകൂലമായി വരാത്ത ക്രൊയേഷ്യയ്ക്ക് പ്രതികൂലമായി ലഭിച്ചത് 6.5 പോയിന്റാണ്. 2. ഇറാൻ ആൻഡ് ഖത്തർ. യഥാക്രമം 5.4, 5.1 എന്നിങ്ങനെയാണ് ഇവർക്കെതിരെ വന്ന പോയിന്റുകൾ. അടുത്തത് ജർമ്മനിയും ഇംഗ്ലണ്ടും. ജർമ്മനിക്ക് 4.0 പോയിന്റും സെമിയിലെത്തിയ ഇംഗ്ലണ്ടിന് 3.6 പോയിന്റും പ്രതികൂലമായി ലഭിച്ചു. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് കളിക്കളത്തിലെ പല നിർണായക തീരുമാനങ്ങളും പല പ്രമുഖ ടീമുകൾക്കും അനുകൂലമായും പ്രതികൂലമായും വന്നിട്ടുണ്ട് എന്നാണ്. അർജന്റീനയും ഈജിപ്തും തമ്മിൽ നടന്ന മത്സരത്തിലാണ് വാർ വിവാദം ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത്. 2 ഗോളുകൾക്ക് പിന്നിട്ട് നിന്ന ശേഷം അർജന്റീന തിരിച്ചടിച്ച മത്സരത്തിൽ തങ്ങളുടെ താരങ്ങൾക്കെതിരെയുള്ള അർജന്റീനയുടെ നിരവധി ഫൗളുകൾ വാർ പരിശോധിച്ചതേയില്ല എന്ന് ഈജിപ്ഷ്യൻ കോച്ചിംഗ് സ്റ്റാഫും താരങ്ങളും ആരോപിച്ചിരുന്നു. കൂടാതെ അൾജീരിയയ്ക്കെതിരെ മെസ്സി നടത്തിയ ഫൗളും സ്വിറ്റ്സർലൻഡുമായുള്ള മത്സരത്തിൽ ബ്രീൽ എംബോളോയ്ക്ക് യെല്ലോ കാർഡ് ലഭിച്ചതുമെല്ലാം വലിയ ചർച്ചയായിരുന്നു. അർജന്റീനയ്ക്ക് അനുകൂലമായി റഫറിമാർ കൺചിമ്മുന്നു എന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ തെളിവുകളില്ല എന്നതാണ് വസ്തുത. കളിക്കളത്തിലെ നിയമങ്ങളുടെ വ്യാഖ്യാനവും അന്നേ ദിവസത്തെ മാച്ച് ഒഫീഷ്യൽസിന്റെ തീരുമാനങ്ങളും മാത്രമാണ് വാർ റിവ്യൂകളെ നിശ്ചയിക്കുന്നത്. റൗണ്ട് 16 എത്തുന്നതുവരെ അർജന്റീനയ്ക്കെതിരെ ഒരു വാർ റിവ്യൂ പോലും ഉണ്ടായിരുന്നില്ല എന്നതും കാണേണ്ടതുണ്ട്. കേപ്പ് വെർദെ, ഈജിപ്ത്, സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ ടീമുകൾക്കെതിരെ കടുത്ത പോരാട്ടം നടത്തി തന്നെയാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന തങ്ങളുടെ യോഗ്യത തെളിയിച്ചത്. അതുകൊണ്ട് തന്നെ അർജന്റീന മറ്റ് ടീമുകളെ ചതിച്ചു എന്ന വാദം വെറും ആരാധക അസഹിഷ്ണുത മാത്രമാണെന്ന് കണക്കുകൾ അടിവരയിടുന്നു.